നമ്മൾ ഇന്ന് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്ന് വീഡിയോയിലേക്ക് പോകുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് സവാള, പച്ചമുളക്, കൊച്ചുള്ളി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ചേർത്താൽ അല്ലാതെ വഴറ്റിയെടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ചതച്ചെടുത്തതാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ല ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. സവാള, പച്ചമുളക്, കൊച്ചുള്ളിയാണ് ഈ ചിക്കൻ കറിക്ക് മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ വേണ്ടവർക്ക് ഇടാൻ, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. അപ്പോൾ നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ നല്ല ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പം ഒരു 2.25 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ആയാലും മതി. ഇനി നമുക്കിത് നല്ല ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് ഒരുമാതിരി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല ഞാൻ ആ മസാലയ്ക്കകത്തിട്ട് ഒന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്തത്. നിങ്ങൾക്ക് ചൂടുവെള്ളമോ പച്ചവെള്ളമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടുതൽ കൂട്ടി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെള്ളമൊക്കെ ചേർത്തു. ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാന ഘട്ടമാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് കാണാം. ആവി പറക്കുന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.